ഹലോ ചേട്ടാ പുതിയ ഡേസാണ് ഇന്ന് ഗൈസ് നമ്മളെ SLC ഓണം എക്സാം 2026 മാത്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാം മാത്സിൻ്റെ എക്സാം ഏവറേജ് ആയിരുന്നു. ഇതുവരെയുള്ള എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏവറേജ് എക്സാം ആയിരുന്നു. കുറച്ചൊരു ടഫ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു എക്സാമാണ്. അപ്പോൾ കുറേ ആൾക്കാർ ടഫ് ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ MS സൊല്യൂഷൻസിൻ്റെ ലൈവ് കണ്ടിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ പേപ്പർ ഞാൻ കാണിച്ചു തരാം. പേപ്പർ ഇതാ വന്നിട്ടുണ്ട്. ഏകദേശം 6 ഷീറ്റിലൊരു പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ MS സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോയതുകൊണ്ടാണ് കുറച്ച് ഒരു ഏവറേജ് എങ്കിലും ആയത്. കഴിഞ്ഞ ഇയർ വരെ ഞാൻ വേറൊരു കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇയർ മുതലാണ് ഞാൻ MS സൊല്യൂഷനിലേക്ക് ഒന്ന് യൂട്യൂബ് ക്ലാസ്സസൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉപകാരപ്പെട്ട ഒരു ക്ലാസ്സാണ്. സത്യം പറയാന്ന് വെച്ചാൽ 10ാം ക്ലാസ് ഇപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാൻ തുടങ്ങുന്നത്. എന്താ വെച്ചാൽ ഓണപ്പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച കെമിസ്ട്രി, മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ് എല്ലാം തൂക്കിയായിരുന്നു കെമിസ്ട്രി, മലയാളം ഫസ്റ്റും കാര്യങ്ങളൊക്കെ MS സുഹൈബ് സാർ പറഞ്ഞ പ്രഡിക്ഷൻസിലൂടെ എഴുതി പോയ ആൾക്കാർക്ക് ഫുൾ മാർക്കിന് അടുത്ത് തന്നെ ഏകദേശം കിട്ടും. A+ മേലെ കിട്ടുന്നതായിരിക്കും. A+ 36 മാർക്കാണ്. 36 മാർക്കിന് മേലെ കിട്ടും. അത്രയും കിടിലം പോലെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. മലയാളം സെക്കൻഡ് എല്ലാം നോക്കുന്നതാണ് കിടിലനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 8th 9th 10th ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, 10th അടുത്ത കൊല്ലം പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കൊല്ലമുള്ള കുട്ടികളാണെങ്കിലും പറയാം. അപ്പോൾ ഈ MS സൊല്യൂഷൻ ചൂസ് ചെയ്തോ ബെറ്റർ ആണ്. ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഏറ്റവും നല്ല ക്ലാസ് തരുന്ന ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് പ്രഡിക്ഷൻ മാത്രമാണ് MS സൊല്യൂഷൻ കൊടുക്കുന്നത്. പക്ഷേ അതല്ല, പ്രഡിക്ഷന് മുമ്പ് എല്ലാ ചാപ്റ്ററും എടുത്ത് തീർത്തിട്ടാണ് ഈ പ്രഡിക്ഷൻ കൊടുത്തത്. ഏറ്റവും കൂടുതൽ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മളെ MS സൊല്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രഡിക്ഷൻസ് മാത്രമല്ല, നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് വെക്കാൻ നമ്മൾ MS സൊല്യൂഷൻസിൽ എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്ത് ടൈം ടേബിളിൻ്റെ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, വെള്ളം കയറിയും കാര്യങ്ങളൊക്കെ. അപ്പോഴൊക്കെ MS സുഹൈബ് സാർ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സപ്പോർട്ടായിരുന്ന നമ്മളെ MS സൊല്യൂഷൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ടില്ല നഷ്ടമാണ്. 10ാം ക്ലാസ്സിലേക്ക് ഇനി പോകുന്ന ആൾക്കാരോ 8ാം ക്ലാസ്സിലേക്ക് 8ലേക്കോ 9ലേക്കോ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ MS സൊല്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടോ, കിടിലം പോലത്തെ ക്ലാസ്സാണ്, കിടിലം ക്ലാസ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും നല്ല. എനിക്ക് ഇതുവരെ എഴുതിയ എല്ലാ എക്സാമും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പം മാത്സ് ആണ് കുറച്ചൊരു കളിപ്പിച്ചത്. അപ്പോൾ അതിൽ ഏകദേശം ആവറേജ് കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും MS സൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. പേപ്പറിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 26 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പറഞ്ഞുതരാം. 26ാമത്തെ ക്വസ്റ്റ്യനിൽ സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ ആയ ഒരു ട്രയാങ്കിൾ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന് വരുന്നത്. അതും MS സൊല്യൂഷൻസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രൂവ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത്. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനാണ്, 24, 25 അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വാട്സപ്പ് ചാനലിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് എൻ്റെ Instagram സ്റ്റോറിയിലുണ്ടാവും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ വാട്സപ്പ് ചാനലിനെ പറ്റി കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് എൻ്റെ Instagram സ്റ്റോറി നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ റിഗ്രറ്റ് അടിക്കേണ്ട, നമ്മളെ MS സൊല്യൂഷനിൽ ചേർന്നോ. സത്യം പറയാലോ, കിടിലം ക്ലാസ് ആണ് ഞാനിപ്പോൾ പിന്നെയും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ഇത്ര കാലം ഉള്ള എല്ലാ എക്സാമിനും അത്രയും ഈസി ആയിട്ട് ഞാൻ നിങ്ങളോട് ഇത് സജസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ പറ്റില്ല. സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കും ഫുൾ A+ ആകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ഒക്കെ